അമിതമായാൽ അമൃതും വിഷമാണ് കേട്ടോ. ജീവിതത്തിൽ എന്തും അധികമായി കഴിഞ്ഞാൽ അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുമെന്നാണ് കേട്ടോ. അത് ജീവിതത്തിൽ എന്തു തന്നെ ആയാലും നമ്മൾ മനസ്സിലാക്കുക, എന്തു തന്നെ ആയാലും ആത്മാർത്ഥതയായാലും ശരി, സ്നേഹമായാലും ശരി, സത്യസന്ധതയായാലും ശരി, സമ്പത്തായാലും ശരി, വിദ്യയായാലും ശരി, എന്തും അമിതമായി കഴിഞ്ഞാൽ എന്തു ചെയ്യും? അത് ദോഷം ചെയ്യുമെന്നാണ്. അതെന്ത് ചെയ്യും? ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കുമെന്നാണ് കേട്ടോ. പിന്നെ അമിതമായാൽ വലിയ കുഴപ്പമുണ്ടാക്കാത്തത് എന്തേ ഉള്ളൂ? ക്ഷമ കേട്ടോ. ക്ഷമ അമിതമായാൽ എന്തില്ല, വലിയ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നില്ല. ക്ഷമ എത്ര കണ്ട് ക്ഷമിക്കാൻ കഴിയുന്നുവോ കേട്ടോ, എത്ര കണ്ട് ക്ഷമിക്കാൻ കഴിയുന്നുവോ അയാൾ അയാൾ അത്ര തന്നെ ശക്തനാകുന്നു എന്നാണ് കേട്ടോ. എങ്കിലും നമ്മുടെ ജീവിതത്തിൽ പൊതുവെ എന്തും അമിതമായി കഴിഞ്ഞാൽ, അധികമായി കഴിഞ്ഞാൽ എന്താണ്? അത് കൂടുതൽ ഗുണത്തേക്കാളെ ദോഷമാണ് ചെയ്യുന്നത്. ഉദാഹരണം ഞാൻ പറയുകയാണ്, ആത്മാർത്ഥത. നമുക്കൊക്കെ എന്ത് വേണം? ആത്മാർത്ഥത ഉണ്ടായിരിക്കണം. എല്ലാവരും ആത്മാർത്ഥത ഉണ്ടായിരിക്കണം. ചെയ്യുന്ന തൊഴിലിനോട് ആത്മാർത്ഥത ഉണ്ടായിരിക്കണം, ജീവിതത്തോട് ആത്മാർത്ഥത ഉണ്ടായിരിക്കണം. അതൊക്കെ ശരി തന്നെ. പക്ഷേ അമിതമായിട്ട് ആത്മാർത്ഥത അധികമായി കഴിഞ്ഞാൽ എന്തു ചെയ്യും? ചിലപ്പോൾ എന്തു ചെയ്യും? ചിലപ്പോൾ അത് നമ്മൾ പരിഹസിക്കപ്പെടാൻ ചിലപ്പോൾ ഇടയുണ്ട് കേട്ടോ. അതുകൊണ്ട് എന്ത് പാടില്ല? ആത്മാർത്ഥത വേണം. എല്ലായിടത്തും ആത്മാർത്ഥത വേണം. പക്ഷേ അമിതമാകാൻ പാടില്ല. അതുപോലെ തന്നെയാണ് സ്നേഹവും. സ്നേഹം എന്ന് പറയാനല്ലോ, അമിതമായ സ്നേഹം ചിലപ്പോൾ എന്ത് ചെയ്യുന്നു? ആ സ്നേഹം അനുഭവിക്കുന്ന ആൾക്ക് ചിലപ്പോൾ പ്രയാസം ഉണ്ടാക്കിയേക്കാം. അതുകൊണ്ട് സ്നേഹിക്കേണ്ടെന്നല്ല, നമുക്ക് എല്ലാവരോടും കോമണായ സ്നേഹം ഉണ്ടായിരിക്കണം. നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ സ്നേഹം ഉണ്ടാകണം, വേണ്ടെന്നല്ല. പക്ഷേ അമിതമായിട്ട് സ്നേഹമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ സ്നേഹം ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? അമിതമായിട്ടങ്ങ് സ്നേഹമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അമിതമായിട്ട് ഒരാളോട് സ്നേഹിച്ചു, അപ്പം അങ്ങനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ വളരെ ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയിൽ നിന്നും എന്തെങ്കിലും ഒരു നെഗറ്റീവ് അനുഭവം നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, നമുക്ക് താങ്ങാൻ കഴിയില്ല കേട്ടോ. അതുകൊണ്ട് സാരെ സ്നേഹിക്കേണ്ടതല്ല, എല്ലാവരെയും കോമണായ എല്ലാവരും സ്നേഹവും, മനുഷ്യനോടെല്ലാം കോമണായ സ്നേഹം ഉണ്ടാകുക, വീട്ടുകാരോടൊക്കെ സ്നേഹം ഉണ്ടാവുക, അതൊന്നും തെറ്റില്ല. പക്ഷെ അമിതമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എല്ലാം ജീവിതത്തിൽ ഉണ്ടാക്കുന്നത് നെഗറ്റീവ് റിസൾട്ടുകളാണ്. അതുപോലെ ജീവിതത്തിൽ എന്തുണ്ടാകുന്ന അമിതമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നത് ജീവിതത്തിൽ ദോഷം ചെയ്യുമെന്നാണ് കേട്ടോ. ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, അർജുനൻ കൃഷ്ണനോട് ചോദിക്കുന്നുണ്ട്, കൃഷ്ണ എന്താണ് വിഷപ്പ്? കൃഷ്ണൻ അർജുനനോട് പറയുന്നൊരു മറുപടിയുണ്ട്, അർജുന, ജീവിതത്തിൽ മനുഷ്യന് അമിതമായി ആവശ്യത്തിലധികം എന്തുണ്ടെങ്കിലും അതെന്താണ്? അത് വിഷത്തിന് തുല്യമാണ് എന്ന് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ അർജുനനോട് പറയുന്നുണ്ട്. ഞാൻ അങ്ങോട്ടൊന്നും കടക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് പറയുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? എന്ത് തന്നെയായാലും ജീവിതത്തിൽ അധികമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് ഒരുപാട് നെഗറ്റീവ് റിസൾട്ടുകൾ ഉണ്ടാക്കുമെന്നാണ് കേട്ടോ. എന്ന് കരുതി ഇതൊക്കെ ജീവിതത്തിൽ വേണം, എല്ലാ ആവശ്യത്തിന് എല്ലാം വേണം കേട്ടോ. എങ്കിൽ ആവശ്യത്തിനെല്ലാം വേണം കേട്ടോ. ആത്മാർത്ഥത വേണം, അതുപോലെ തന്നെ സ്നേഹമുണ്ടായിരിക്കണം, എല്ലാം വേണം. പക്ഷെ അമിതമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് ചിലപ്പോൾ എന്ത് ചെയ്യും? ചിലപ്പോൾ ഒരുപാട് നെഗറ്റീവ് റിസൾട്ടുകൾ ഉണ്ടാക്കിയേക്കാം. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ ഒരിക്കൽ പോലും ക്ഷണിക്കാത്ത ഒരു സ്ഥലത്ത് ചെല്ലരുത് കേട്ടോ. അത് മനസ്സിലാക്കിക്കോളൂ. അത് ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളെ ഒരാൾ ഇൻവൈറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഫംഗ്ഷനിൽ നിങ്ങൾ ചെല്ലരുത് കേട്ടോ. അങ്ങനെ കേട്ടോ, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞു വെക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങളാണ്. നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യാത്തൊരു സ്ഥലത്ത് നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും? ചിലപ്പോൾ പരിഹാസത്തിന് പാത്രമായേക്കാം. മാത്രവുമല്ല, ചിലപ്പോൾ അപ്രതീക്ഷിതമായ ഇൻസിഡൻസ് ഒക്കെ അവിടെ ഉണ്ടായെന്നും വരാം. അതുകൊണ്ട് അതൊരിക്കലും നമ്മളെ ഇൻവൈറ്റ് ചെയ്യുന്നിടത്ത് മാത്രം എന്ത് ചെയ്യുക? ചെല്ലുക കേട്ടോ. നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക.